ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി ആനന്ദു. എടാ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2023 ചോദിച്ച ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണ്. വളരെ എളുപ്പമുള്ള ലാബാണ്, ചെറിയൊരു ലാബ്, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ലാബാണ്. നമുക്ക് ഇത്രയും സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ലാബുകളിലെല്ലാം നമ്മൾ ആപ്ലെറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ആപ്ലെറ്റ് തരും. കണ്ടല്ലോ, Q11 എന്ന് പറഞ്ഞ ആപ്ലെറ്റ് തരും. സോ ആപ്ലെറ്റ് തന്നിട്ട് ചെയ്യാനുള്ള ഒരു ലാബാണ് ഈ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ അതെ, അബൌട്ട് ദി ആപ്ലെറ്റ്. അപ്പോൾ ആപ്ലെറ്റ് തരും. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനറോടോ ടീച്ചറോടോ ചോദിച്ചാൽ മതി. കാരണം ഇത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്പിൽ അതിനകത്തൊരു ഫോൾഡറിനകത്ത് ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ Q11. സോ ആ ഒരു പേര് തന്നെയായിരിക്കും ആ ആപ്ലെറ്റ് കിടക്കുന്നത്. ആപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ജിയോജിബ്രയുടെ ഇതിൽ തന്നെയാണ്. ഡയറക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വന്നോളും. ഓക്കെ, കണ്ടല്ലോ, Q11 എന്ന് പറയുന്ന പേരിലാണ്. സോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലെറ്റ് ആണ്. സോ അത് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ബാക്കി ചെയ്താൽ മാത്രം മതി. ഓക്കെ മക്കളെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x equal to x cube is given. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എക്സ് ക്യൂബിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ദ പോയിന്റ് P ഓൺ ദി y axis is defined as 0a where a is a slider. ഓക്കെ, y ആക്സിസ് ആണ് പോയിന്റ് P യുടെ y ആക്സിസ് ആണ് 0a. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് എ യൂസിങ് ഇൻപുട്ട് ബോക്സ്. നമുക്ക് എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം, ഇൻപുട്ട് ബോക്സ് എയിലെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഇൻപുട്ട് ബോക്സ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് ആ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അവർ പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് യൂസിങ് ദിസ് ആപ്ലെറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. മക്കളെ, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കി. ക്യൂബ് റൂട്ട് ഓഫ് 5 കണ്ടുപിടിക്കണം, ക്യൂബ് റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് ഓഫ് 4, എല്ലാം ഡയറക്റ്റ് ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ള ആപ്ലെറ്റ് എക്സ് ക്യൂബിൻ്റെ അല്ലേ. നമുക്കിപ്പോൾ അറിയാവുന്നൊരു ക്യൂബ് റൂട്ട് ഞാൻ പറയാം. ഇവിടെ ഞാനിപ്പോൾ 4 പകരം 8 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു ക്യൂബ് റൂട്ടാണ്. 8ന്റെ ക്യൂബ് റൂട്ട് 5 ആണല്ലോ വന്നത്. ഇവിടെ ആപ്ലെറ്റ് മാക്സിമം 5 വരെ, നമ്മുടെ സ്ലൈഡർ 5 വരെ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് 8 ഇടാൻ പറ്റത്തില്ലേ. വേറെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോൾ 4ന്റെ ക്യൂബ് 4 ആണല്ലോ ഇവിടെ തന്നത്. മക്കളെ, 4ന്റെ ക്യൂബ് റൂട്ടാണ് ഈ തന്നിരിക്കുന്ന 1.59. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 2ന്റെ ക്യൂബാണ് 8 അല്ലേ. തിരിച്ചു പറയുകയാണെങ്കിൽ 8ന്റെ ക്യൂബ് റൂട്ടാണ് 2. തിരിച്ചു പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്യൂബ് റൂട്ട്. റൂട്ട് പറയണ പോലെ തന്നെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് 3 തവണ ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. അതാണ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 4 ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കണമെങ്കിൽ മക്കളെ, 4 ആണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ 4ന്റെ ക്യൂബ് റൂട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയ 1.59 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 4 ആണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 4 ആണ് 1.59. ഓക്കെ, അതാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആപ്ലെറ്റ് ഓൺ ആക്കുമ്പോൾ വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മക്കളെ, ക്യൂബ് റൂട്ട് ഓഫ് 5 കണ്ടുപിടിക്കുക. എന്താടാ ക്യൂബ് റൂട്ട് ഓഫ് 5? എന്നിട്ട് റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് 5 കണ്ടുപിടിക്കാൻ പറയാം. ഇവിടെ 5 അടിച്ചു കൊടുത്താൽ പോരെ. ജസ്റ്റ് 5 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, അതേ വന്നു കഴിഞ്ഞു. എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ 1.71. ഓക്കെ, ഇത്രയും എളുപ്പമുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വളരെ എളുപ്പം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 5. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത് മെത്തേഡ് എഴുതാനല്ലേ, ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേടാ. ഇത് എഴുതേണ്ടത് പുട്ട് എക്ക് പകരം 5 ഇട്ട് കൊടുക്കുക. മെത്തേഡ് എഴുതാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. എക്ക് പകരം 5 ഇട്ട് കൊടുത്ത് നമ്മൾ. അപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അല്ലേ. എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്നോ അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് ഇവിടുത്തെ R എന്നോ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് R എന്ന് എഴുതാം കേട്ടോ. എന്ത് വേണം എഴുതാം. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ അല്ലെങ്കിൽ R. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ക്യൂ രണ്ടിൻ്റെ സെയിം ആണല്ലോ, 1.71 ആണല്ലോ. ക്യൂ ഈസ് ദ ആൻസർ. എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ ഈസ് ദ ആൻസർ. ഓക്കെ, therefore എന്തെഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 5 is equal to എത്രയാണ് ആൻസർ? 1.71. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി, വളരെ എളുപ്പം കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ആപ്ലെറ്റ് നിർമ്മിക്കുക പോലും വേണ്ട, അവർ തന്നിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. ക്യൂബ് റൂട്ട് ഓഫ് 3 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. സോ ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. 1.44. അപ്പോൾ ഇതെങ്ങനെ എഴുതാം മക്കളെ? നേരത്തെ എഴുതിയ പോലെ തന്നെ പുട്ട് എ ഈസ് ഈക്വൽ ടു 3. എക്ക് പകരം നമ്മൾ 3 ഇട്ട് കൊടുത്തു.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? therefore the x coordinate of q അല്ലെങ്കിൽ r is the answer. എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 3 = 1.44. ഡയറക്റ്റ് കിട്ടി. അടുത്തതും കൂടെ ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് 4 അത് നമ്മൾ ഓൾറെഡി ആദ്യം അവർ ഇൻബിൾട്ട് ആയിട്ട് തന്നത് തന്നെ 4 തന്നെയാണ് അല്ലേ. സോ 4 അടിച്ചു കൊടുത്തു. ഡയറക്റ്റ് സെയിം മെത്തേഡ്. പുട്ട് a = 4, then x coordinate of q is the answer. therefore ക്യൂബ് റൂട്ട് ഓഫ് 4 = 1.59 എന്ന് എഴുതി കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിൽ ഏതെങ്കിലും ചോദിച്ചാലും ഏത് നമ്പർ ചോദിച്ചാലും ഇവിടെ അടിച്ചു കൊടുത്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. സോ ആപ്ലെറ്റ് തന്നിട്ട് ചെയ്യാനുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. ആപ്ലെറ്റിന്റെ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആപ്ലെറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഡോണ്ട് സേവ്. ഓക്കെ, ആപ്ലെറ്റിന്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതേ 2 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 മാർക്ക്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് സെലക്ട് 1 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് തരും. ഓക്കെ, അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. മക്കളെ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന 1 മാർക്കാണ്. സോ 2025 കുട്ടികൾക്ക് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രാഫ് കിട്ടും. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ C അടിക്കുന്നു. സോ കോപ്പിയായി. ഈ കൺട്രോൾ C അടിക്കുമ്പോഴേ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പിന്നെ C അടിക്കുമല്ല, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് C അടിക്കണം, അപ്പോഴേ പേസ്റ്റ് ആകത്തുള്ളൂ കേട്ടോ. പിന്നെ കൺട്രോൾ V അടിക്കുമ്പോൾ ഇവിടെ കോപ്പി പേസ്റ്റ് ആയി കഴിഞ്ഞു. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. x². സോ വന്നു കഴിഞ്ഞ മക്കളെ നമ്മുടെ ഗ്രാഫ് യു പോലെ ഇരിക്കുന്ന ഗ്രാഫാണ് അല്ലേ. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് യു പോലെയാക്കി ഇരിക്കുന്നത്. സോ ഗ്രാഫ് വരച്ച് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് റീഡിഫൈൻസ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ സോ ദാറ്റ് ഇറ്റ്സ് ബിക്കംസ് ബൈജെക്ഷൻ. എടാ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ട, ഫംഗ്ഷനകത്ത് ഈ ഒരു സെയിം സാധനം തന്നെ ചെയ്യാറുണ്ട്. ഇത് 1 ആണോ on 2 ആണോ അല്ല. കാരണം എന്താണ്, ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുവാണ് കേട്ടോ മക്കളെ. പക്ഷേ ഇത് ഓൾറെഡി എൻ്റെ നേരത്തെ ലാബ് കണ്ടിട്ട് വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം 1 on 2 തെളിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. അതെ, ഇവിടെ ക്വസ്റ്റ്യൻ എവിടെ തൊട്ട് എവിടം വരെ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു. പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ നിന്ന് എടുത്തു. എക്സ് ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ y ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ 1 കണ്ടുപിടിക്കണമെങ്കിൽ ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിലാണ് എക്സ് ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ on 2ഉം 1 കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ y ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രാഫുമായിട്ട് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഈ ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 ആയിരിക്കത്തില്ല. അതാണ് 1 സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ എന്താണ്, നമുക്ക് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും 1 ആകത്തില്ല. ഇത് കാണുമ്പോഴേ അറിയാമല്ല, ഈ ഗ്രാഫിന്റെ 2 പോയിന്റ്സിൽ എന്തായാലും മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് 1 അല്ല. on 2 ആണോ? അല്ല. കാരണം എന്താണ്, ഈ y ആക്സിലെ എല്ലാ പോയിന്റും കൊണ്ട് നമ്മൾ ഈ ലൈൻ വെക്കുമ്പോഴും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യണം. ഇവിടെ 1 വരെ ഉള്ളൂ നമ്മുടെ ഗ്രാഫുമായിട്ടുള്ള കണക്ഷൻ. 1ന്റെ തൊട്ട് താഴെ 0 കൊണ്ടുവച്ചാൽ ഗ്രാഫുമായിട്ട് നോ കണക്ഷൻ. പിന്നെ താഴത്തേക്കൊന്നും ഗ്രാഫുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ ഇത് on 2 അല്ലെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ശരിക്കും 1 തൊട്ട് മുകളിലേക്ക് മാത്രമേ ഗ്രാഫ് ഉള്ളൂ. സോ ഇത് on 2 അല്ല. അപ്പോൾ ഇത് on 2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിച്ചത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. on 2 ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ on 2 ആക്കണമെങ്കിൽ മക്കളെ ഇതേ നടുക്ക് വെച്ച് മുറിക്കുക. കറക്റ്റ് നടുക്ക് വെച്ച് അങ്ങ് മുറിച്ച് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ഈ 2 വരെ എന്നുള്ള പരിപാടി പ്രശ്നം തീരും. 2 പോയിന്റ് എന്നുള്ള പ്രശ്നം തീരും. ഓക്കെ, അപ്പോൾ നടുക്ക് വെച്ച് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ നേരെ താഴത്തേക്ക്. ഏതാണ്? 3 വെച്ച് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ 3 വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് 3 വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡൊമൈൻ വരയ്ക്കാൻ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഴുതാനാണ് പറഞ്ഞത്. ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ 1 on 2 ആണെങ്കിലാണ് മക്കളെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്നത്. ഓക്കെ, ഇത് 1 ആക്കണമെങ്കിൽ നമ്മളിത് നടുക്ക് വെച്ച് മുറിക്കാൻ പോവാണേ. അപ്പോൾ ഈ മുറിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുറിച്ചാൽ പോരാ, ഇതിൻ്റെ അത് കാണിക്കണമെങ്കിൽ അതിൻ്റെ താഴത്തെ കോഡ് അടിച്ചു കൊടുക്കണം. നോക്കിക്കോണേ, എഫ് ആണല്ലോ മുറിക്കേണ്ടത് അല്ലേ. കോമ എവിടെ തൊട്ടാണ് മുറിക്കേണ്ടത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എവിടെ തൊട്ടാണ്? 3 തൊട്ട് അങ്ങോട്ടേക്ക് മുറിക്കാം, അല്ലെങ്കിൽ 3 തൊട്ട് ഇപ്പുറത്തേക്ക് മുറിക്കാം. ഓക്കെ, ഞാൻ 3 തൊട്ട് അങ്ങോട്ടേക്കുള്ള ഇത്രയും ഭാഗം മാത്രം മുറിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് മുറിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കുവാണെങ്കിൽ ഇപ്പുറത്ത് മുറിക്കാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 കൊടുത്തു, എൻ്റർ അടിച്ചു. കണ്ടല്ലോ, ഇവിടെ ഗ്രാഫിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. കണ്ടല്ലോ ജി ഓഫ് എക്സ് പറഞ്ഞ പുതിയൊരു സംഭവം വന്നുകൊണ്ടോ, അതാണ് നമ്മുടെ പുതിയ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. മറ്റേത് ഹൈഡ് ചെയ്താൽ എഫ് ഓഫ് എക്സ് ഹൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടല്ലോ, മുറിച്ച ഭാഗം അവിടെ വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് മുറിക്കാൻ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നോക്കണം മക്കളെ, ഇനി ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് 2 പോയിന്റും മീറ്റ് ചെയ്യത്തില്ല. കണ്ടല്ലോ, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ ഡൊമൈൻ എന്താടാ? ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്?
അപ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എങ്ങോട്ടേക്കാണ് ഡൊമൈൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എങ്ങോട്ടേക്കാണ് നമ്മുടെ 3 തൊട്ട് ഇപ്പുറത്തേക്ക്. ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊമൈൻ എഴുതണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ എടുത്തിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് എക്സ് ആക്സിസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൊമൈൻ കണ്ടല്ലോ എവിടെ തൊട്ടാണ് 3 തൊട്ടാണ് അങ്ങോട്ട്. ഇതാണ് നമ്മുടെ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. പുതിയ ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഡൊമൈൻ എന്താണ് 3 തൊട്ട് അങ്ങോട്ടേക്കാണ് പുതിയ ഡൊമൈൻ, എങ്കിലേ 1 ആകത്തുള്ളൂ. അപ്പോൾ ഡൊമൈൻ എഴുതാൻ എങ്ങനെയാണ്? ഡൊമൈൻ ഇസ് ഈക്വൽ ടു, മക്കളെ ഇത്രയുള്ള പരിപാടി. ഡൊമൈൻ നമുക്ക് പകുതി വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വാല്യൂ ആണ്. ഡൊമൈൻ എവിടെ തൊട്ടാടാ? 3 തൊട്ട് അങ്ങോട്ടേക്കേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ്. ഡൊമൈൻ പറയുമ്പോൾ എക്സ് ആക്സിസ്, ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സും റേഞ്ച് എന്ന് പറയുമ്പോൾ വൈയും. ഓക്കെ, ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സും റേഞ്ച് എന്ന് പറയുമ്പോൾ വൈയും ഓർക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? എവിടെ തൊട്ടാണ്? 3 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ഡൊമൈൻ. അതാണ് പുതിയ ഡൊമൈൻ. നിങ്ങൾ ഇപ്പുറത്തേക്കാണ് മുറിക്കണമെങ്കിൽ അതിങ്ങനെ വരും, -∞ തൊട്ട് 3 വരെ തിരിഞ്ഞു വരുമെന്നേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഇനി റേഞ്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഞ്ചാ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോഡൊമൈൻ. ഡൊമൈനും കോഡൊമൈനും ചോദിച്ചിട്ടുണ്ടല്ലേ. കോഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കും? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ റേഞ്ചിനോട് ഈക്വലായി മാത്രമേ 1 on 2 ആകത്തുള്ളൂ. സോ റേഞ്ച് ഇവിടെ എവിടെ തൊട്ടാണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന വൈ ആക്സിസിന്റെ ഭാഗമാണ് നമ്മുടെ റേഞ്ച്. അത് ശരിക്കും പറയാം എവിടെ തൊട്ട് മുകളിലേക്കാണ്? 1 തൊട്ട് മുകളിലേക്കല്ലേ നമ്മുടെ റേഞ്ച് കിടക്കുന്നത്. സോ കോഡൊമൈൻ എന്ന് പറയുമ്പോഴും റേഞ്ചിന് ഈക്വൽ ആകണം. കോഡൊമൈൻ എന്താടാ? 1 തൊട്ട് മുകളിലേക്ക്, 1 to infinity. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? സോ നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ടാണ് കോഡൊമൈൻ അങ്ങനെ എടുത്തതെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയേണ്ട കാര്യം, സാറേ ഇതിൻ്റെ റേഞ്ച് ഈ ഗ്രാഫ് കിടക്കുന്ന ഭാഗമാണ്, വൈ ആക്സിന്റെ ഭാഗമാണ് റേഞ്ച്. ഇതിൻ്റെ റേഞ്ച് സാറേ ശരിക്കും പറയാം നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ, ഫുൾ യു ഉണ്ടായിരുന്നല്ലോ. സാറേ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to infinity ആയിരുന്നു. സാറേ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to infinity ആണ്. തുടക്കം തന്നെ ഗ്രാഫിൻ്റെ റേഞ്ച് 1 to infinity ആണ്. അപ്പോൾ നമുക്ക് on to ആക്കണമെങ്കിൽ സാറേ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകണം. കാരണം നമുക്ക് അറിയാവുന്ന ഡെഫിനിഷൻ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എന്നാണ്. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിലാണ് on to ആണ് കേട്ടോ. ഓർത്തിരുന്നോണെ മക്കളെ, വൈവ ക്വസ്റ്റ്യൻ ആണ്. റേഞ്ചും കോഡൊമൈൻ ഈക്വൽ ആകുവാണെങ്കിലാണ് അതിനെ on to എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സാറേ കോഡൊമൈൻ നമ്മുടെ റേഞ്ചിനോട് ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ഞാൻ 1 to infinity എന്ന് എടുത്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തായി? റേഞ്ചും കോഡൊമൈനും സെയിം ആയിട്ട് കിട്ടി. സോ എൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ 1 ആണ്, on 2 ആണ്. സോ 1 on 2 ആണ് എൻ്റെ ഫംഗ്ഷൻ. എന്ത് പറയാടാ? നമ്മുടെ ഫംഗ്ഷൻ 1 ആണ്, on 2 ആണ്. അതുകൊണ്ട് എന്ത് ഫംഗ്ഷനാണിത്? ദെയർഫോർ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇത് ബൈജക്റ്റീവ് ആക്കാനാണ് പറഞ്ഞത്. സോ ഇത് ബൈജക്റ്റീവ് ആക്കിയത് കണ്ടല്ലോ. നമ്മളുടെ പുതിയ ഡൊമൈൻ എഴുതുക, കോഡൊമൈൻ എഴുതി വെക്കുക. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൊമൈനും കോഡൊമൈനും എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് വരയ്ക്കാനാണ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അത് വരച്ചു വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഡ്രോ ദി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വരെ അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കി എഫ് കോമ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് വരച്ചിട്ട് സാറിനെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള പരിപാടി. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോറി, സി പാർട്ട്. ഡി പാർട്ട് ചോദിച്ചിരിക്കുന്ന മക്കളെ, ഈ f'(x)ന്റെ റിഫ്ലക്ട് അബൌട്ട് ലൈൻ ടൂൾ. f'(x) അല്ല, f'(x) കണ്ടുപിടിക്കുക. f'(x) എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. റിഫ്ലക്ട് അബൌട്ട് ദി ലൈൻ ടൂൾ, ആ ടൂൾ വെച്ച് വേണം ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അല്ലാതെ നമ്മൾ തിയററ്റിക്കലി ചെയ്ത് കണ്ടുപിടിക്കാനല്ല, ഈ ടൂൾ വെച്ച് വേണം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ടൂൾ എവിടെയാണെന്ന് അറിയണ്ടേ? ആ ടൂൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ കാണിച്ചു തരാം. അത് ഇവിടെ ഒന്നും തരത്തില്ല കേട്ടോ. അത് നമ്മൾ പഠിച്ചു വെക്കണം മക്കളെ. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴത്തെ ഇൻപുട്ട് ബോക്സിൽ നിങ്ങൾ y = x എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഏതിൻ്റെയും ഇൻവേഴ്സ് എടുക്കേണ്ടത് കേട്ടോ. y = x എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ റിഫ്ലക്ട് അബൌട്ട് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മക്കളെ, ആദ്യം y = x എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, y = x എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു ലൈൻ വന്ന് കണ്ടല്ലോ, ഒറിജിനിൽ കൂടെ കടന്നു പോകേണ്ട ലൈൻ വന്നു. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് ഇവിടെ കണ്ടല്ലോ, 1 2 3 സെക്കൻഡ് ലാസ്റ്റിൽ നിന്ന് ഒരെണ്ണം ഇപ്പുറത്തേക്ക് മാറിയാണ്. ആ ടൂൾ എടുക്കുക, റിഫ്ലക്ട് അബൌട്ട് ലൈൻ ഡയറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ലൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫംഗ്ഷനും ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പുറത്ത് പുതിയ ഫംഗ്ഷൻ വന്നു. അത് രണ്ടും ഒരേ കളർ ആയതുകൊണ്ട് ഞാൻ പുതിയ ഫംഗ്ഷൻ്റെ കളറൊന്ന് മാറ്റാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഓക്കെ, കണ്ടല്ലോടാ, ഇതാണ് നമ്മുടെ പുതിയ എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇപ്പുറത്ത് എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും എടുത്തെഴുതേണ്ട കാര്യമൊന്നുമില്ല.
ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിഫ്ലക്ഷൻ എങ്ങനെ വരയ്ക്കും, ആ മെത്തേഡ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡ്രോ ദി ലൈൻ. അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഡ്രോ ദി ലൈൻ, അത് വെച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അതറിയാമോ എന്നേ സാറ് നോക്കത്തുള്ളൂ കേട്ടോ. ഡ്രോ ദി ലൈൻ y ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഡ്രോ ദി ലൈൻ y ഈസ് ഈക്വൽ ടു എക്സ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? യൂസിങ് റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ ടൂൾ, റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ ടൂൾ വെച്ച് ലൈൻ ടൂൾ എടുത്തു. യൂസിങ് റിഫ്ലക്റ്റ് അബൌട്ട് ദ ലൈൻ ടൂൾ ആൻഡ് എന്ത് ചെയ്യണം? ക്ലിക്ക്. നമുക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ. ആൻഡ് ക്ലിക്ക് ഓൺ ജി ഓഫ് എക്സിന് ക്ലിക്ക് ചെയ്യണം. ആൻഡ് എഫ് ഓഫ് എക്സ് അല്ല, ജി ഓഫ് എക്സ് ആൻഡ് ലൈൻ. നമ്മൾ എന്ത് ചെയ്തടാ? റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ ടൂൾ എടുത്തു, ജി ഓഫ് എക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു, പിന്നെ ലൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ജി ഓഫ് എക്സ് ആൻഡ് ദ ലൈൻ. Therefore, then we get f inverse of x. നമുക്ക് ഇത്രയും വലിച്ചു വരെ എഴുതണമെന്നില്ല, നമ്മൾ ചെയ്ത കാര്യം ഒന്ന് വേർഡ്സിലാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചെയ്തത്? ഡ്രോ ദി ലൈൻ y ഈസ് ഈക്വൽ ടു എക്സ് വരച്ചു. എന്നിട്ട് യൂസിങ് റിഫ്ലക്റ്റ് അബൌട്ട്, ഇവിടുന്ന് നമ്മൾ യൂസിങ് റിഫ്ലക്റ്റ് അബൌട്ട് ദ ലൈൻ ടൂൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ലൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു, ജി ഓഫ് എക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ പുതിയ ഗ്രാഫാണ് എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അത്രയുള്ള പരിപാടി. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, സിമ്പിൾ കൺസെപ്റ്റാണ് മക്കളെ. സോ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ വേണമെങ്കിൽ ചെയ്യാം മക്കളെ. സെക്കൻഡ് പാർട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ. അതും കൂടെ ഞാൻ ചെയ്യുവാണെങ്കിൽ മൂന്നാമത്തെ നിങ്ങൾ ചെയ്തോണം, രണ്ടാമത്തെ ഞാൻ ചെയ്ത് കാണിക്കുക. ഒന്നുകൂടെ ആദ്യം തൊട്ടെടുത്തു, താഴത്ത് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എക്സ് സ്ക്വയർ. ഒന്ന് എഡിറ്റീവ് ആണ്, ഒന്നുകൂടെ മനസ്സിലാകാനുള്ളവർക്ക് മനസ്സിലാക്കി ചെയ്തേ നോക്കി. പുതിയ ഫംഗ്ഷൻ കണ്ടല്ലോ മക്കളെ. ഇത് 1 ആണോ? അല്ല, 1 ആക്കണമെങ്കിൽ എവിടെ വെച്ച് മുറിക്കണം? നടുക്ക് വെച്ച് മുറിക്കണം അല്ലേടാ മക്കളെ. ഇവിടെ വെച്ച് അങ്ങ് മുറിക്കണം. ഇവിടെ വെച്ച് മുറിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണ്? -2 വെച്ച്. അപ്പോൾ -2ന്റെ ഇപ്പുറം തൊട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ മുറിക്കണമെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ താഴത്ത് എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്? എഫ് ആണ് മുറിക്കേണ്ടത്. എഫ് കോമ എവിടെ തൊട്ട് എങ്ങോട്ടേക്ക്? ഇവിടുന്ന് ഇപ്പുറത്തേക്ക്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതാടാ? -2. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -2 എന്ന് അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ പുതിയ ഗ്രാഫ് വന്നു. അതിൻ്റെ ഒരു വൃത്തികെട്ട കളറാണ്, ആ കളർ മാറ്റി. ഓക്കെ, പുതിയ ഗ്രാഫ് വന്നു മക്കളെ. പഴയത് ഞാൻ ഹൈഡ് ചെയ്തു. ഇവിടെ വരെ ഓക്കെ. ഇപ്പോൾ ഇത് 1 ആണോ? കാരണം യു പോലെ ഇരിക്കുന്നതുകൊണ്ട് നേരത്തെ 1 അല്ലായിരുന്നു. ഇത് 1 ആണോ എന്ന് നോക്കാനായിട്ട് നമുക്കറിയാം, സിമ്പിളായിട്ട് പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുത്താൽ മതി. ഇത് 1 ആണ്, എന്തായാലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇത് 1 ആണ്, 1 ആക്കി. ഓക്കെ, ഇത് ഓൺ ടു ആണോ? അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്താ നമ്മൾ ചെയ്തത്? പുതിയ ഡൊമൈൻ എന്താണ് മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാണ് നമ്മൾ മുറിച്ചത്? അതിൻ്റെ നേരെ അല്ലേ, -2 തൊട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ -2 തൊട്ട് ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഓൾറെഡി നമുക്ക് റേഞ്ച് ചോദിച്ചിട്ടില്ല, എങ്കിലും റേഞ്ച് എന്തായിരുന്നു? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടാണ് ഗ്രാഫ് കിടക്കുന്ന ആ ഒരു y വാല്യൂസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അല്ലേടാ. -3 തൊട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ -3 തൊട്ട് ഇൻഫിനിറ്റിയിലേക്ക് അല്ലേ. -3 തൊട്ട് മുകളിലേക്കായിരുന്നു ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കിടക്കുന്ന y ആക്സിൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് കോഡൊമൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ റേഞ്ചിനോട് ഈക്വൽ ആയേ പറ്റൂ. അപ്പോൾ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കണം? റേഞ്ചിനോട് ഈക്വൽ ആകണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ -3 ടു ഇൻഫിനിറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം നിങ്ങൾ? സാറേ, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷൻ ഓൺ ടു ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആക്കിയത്. ഇത്രയും പറയുക. ബാക്കി പഴയ പോലെ ചെയ്യണം. ബാക്കി പഴയ പോലെ എന്താ ചെയ്യേണ്ടത്? ടൂൾ വരയ്ക്കണം അല്ലേ. നമ്മുടെ ലൈൻ ടൂള്, ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ y ഈസ് ഈക്വൽ ടു എക്സ് വരയ്ക്കുക. y ഈക്വൽ ടു എക്സ് എൻ്റർ എടുക്കുക. സോ ബാക്കിയൊക്കെ കളയുവാണ്. y ഈക്വൽ ടു എക്സ് എടുത്തു. സോ എന്ത് ചെയ്യണം മക്കളെ? റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ എടുക്കുക. റിഫ്ലക്റ്റ് അബൌട്ട് ലൈൻ ടൂൾ എടുക്കുക. നമ്മുടെ ജി ഓഫ് എക്സ് ക്ലിക്ക് ചെയ്യുക, ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ആയില്ല. ജി ഓഫ് എക്സ് ക്ലിക്ക് ചെയ്യുക, ലൈനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ഗ്രാഫ് വന്നു. അതിൻ്റെ കളറൊന്ന് മാറ്റി വെക്കുക മക്കളെ. ഓക്കെ, സെറ്റ്. ഇത്രയുള്ള പരിപാടി. നേരത്തെ എഴുതിയ സെയിം സാധനം തന്നെ വീണ്ടും എഴുതിയാൽ മതി, കാര്യം കഴിഞ്ഞു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്ര എളുപ്പമുള്ള ലാബാണ് മക്കളെ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ലാബ്. സോ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഇതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക മക്കളെ. ഇതേപോലെ തന്നെയാണ്, ഫംഗ്ഷൻ മാത്രമേ മാറത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. എല്ലാവരും നല്ല കിഡിലിനായിട്ട് ഈ ലാബ് പഠിക്കട്ടെ കേട്ടോ. എനിക്കറിയാം നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന്. ഇതിൻ്റെ 2024 ലാബ് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കുക. അപ്പോൾ മക്കളെ നെക്സ്റ്റ് ലാബ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.